ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഇന്നത്തെ വീഡിയോ നമ്മുടെ ദുബായിൽ നിന്നുള്ള ലാസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ടോപ്പിക് എന്ന് പറയാനായിട്ട് എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും എല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവസാനത്തെ ദിവസങ്ങൾ പല ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണ്. എവിടെയൊക്കെയാണ് പോയതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോയ സമയത്ത് നമ്മൾ കണ്ട പല സാധനങ്ങളും ഭയങ്കര ക്യൂട്ടായിട്ടും അട്രാക്റ്റീവായിട്ടും ഒക്കെ തോന്നിയ കാര്യങ്ങൾ, അതുപോലെ കുട്ടികൾ കൂടെ ഇല്ല, മൂത്ത 2 പേരെ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവർ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരെയും കൂടെ കാണിക്കാനായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ എടുത്തുകൊണ്ട് പോന്നു. പലതും കാണുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ ഓർമ്മ വരും. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാണുമ്പോഴത്തേക്കും നമുക്ക് അവരെ ഓർമ്മ വരും. അപ്പോൾ അവർ ഇത് കണ്ടെങ്കിൽ എത്രത്തോളം എക്സൈറ്റഡ് ആവും നമ്മുടെ മനസ്സിൽ കൂടെ പോകുമ്പോഴത്തേക്കും അതൊരു വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് തോന്നും. അങ്ങനെ എടുത്തതാണ് പല വീഡിയോസും കേട്ടോ. ഈ ഒരു ഐഡിയ എനിക്ക് തന്നത് എൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ. ചില സമയത്ത് നമ്മൾ ടോയ് ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്കിഷ്ടപ്പെട്ട മോനാണെങ്കിൽ ഹോട്ട് വീൽസിൻ്റെ വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെവിടെ കണ്ടാലും അവന് വേണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് വണ്ടികളുണ്ട്, എന്നാലും വീണ്ടും അവൻ്റെ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ തോന്നും. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവന് ഇഷ്ടമുള്ള ചില വണ്ടികളുടെയൊക്കെ ഫോട്ടോസ് അവൻ എടുത്ത് വയ്ക്കും. ഇപ്പോൾ വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് അവൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു സന്തോഷം തോന്നും. അതുപോലെ മോളാണെങ്കിലും ബാർബി ഡോൾസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾ ഇതുപോലെ തന്നെയാണ്. എവിടെയെങ്കിലും ബാർബിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പം ഫോട്ടോസ് എടുത്ത് വെക്കും. പിന്നെ അവരെപ്പോഴെങ്കിലുമൊക്കെ അതെടുത്തിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കും. അപ്പോൾ എനിക്കിത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം കിട്ടുമെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പല ഐറ്റംസും കാണുമ്പോൾ ഇപ്പം ഇത് ആവശ്യമില്ല എന്ന് തോന്നി മാറ്റിവെച്ച പല കാര്യങ്ങൾ ഇപ്പം ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷം വരുന്നുണ്ട്. ഇങ്ങനെ വിഷ്വലായിട്ട് കാണാനെങ്കിലും എൻ്റെ ഫോണിൽ അതിപ്പോഴും കൂടെ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്കതൊരു സന്തോഷം വരുന്നുണ്ട്. ഈ ഒരു ഐഡിയ എൻ്റെ മക്കൾ തന്നെയാട്ടോ എനിക്ക് തന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല മൂവീസിലെയും സ്കൾപ്ചേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അത്രയും ഒരു എക്സ്പ്രസീവായിട്ടാണ് അവർ നിൽക്കുന്നത് കേട്ടോ. കാർ റേസിനൊക്കെയുള്ള പല കാറിൻ്റെ മോഡൽസും അത്ര പെർഫെക്ഷനോട് കൂടി തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അടുത്തതൊരു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെയും കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സ്കൂൾ റീ ഓപ്പണിംഗ് ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാത്തിലും പ്ലേറ്റ്, സ്പൂണ് എല്ലാത്തിലും തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം എക്സൈറ്റഡ് ആയിരിക്കും എന്ന് തോന്നി. അത് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ എന്ത് കണ്ടാലും നമുക്കെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ തോന്നും, അത്രയും ക്യൂട്ടാണ്. പക്ഷെ നമ്മളപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു, ആവശ്യമാണോ അത്യാവശ്യമാണോ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കൊടുത്തു. അതിൽ അത്യാവശ്യം എന്ന് തോന്നിയത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ എന്ന് വിചാരിച്ച് മനസ്സിനെ തന്നെ ഒന്ന് പാകപ്പെടുത്തി. ഔട്ട്ലെറ്റ് മാളിലെ പല ഫ്ലോറിലും ഇതുപോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കോട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ചെറിയ സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആ ചോക്ലേറ്റിനൊക്കെ നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങിച്ചു. ഇത് ഏതായാലും ഇപ്പോഴും ആ ടേസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഈ ദുബായിക്ക് വിസിറ്റിന് വരുന്നവരോ അല്ലെ ഇവിടെ ഉള്ളവരോ ഒക്കെ നല്ല ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ നല്ല ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഇത്. അടുത്തത് ടോയ് ഷോപ്പായിരുന്നു കേട്ടോ. ടോയ്സ് ഇല്ലാതെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാനേ പറ്റത്തില്ല. എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. കുറേയൊക്കെ വീഡിയോ കോളിൽ കുട്ടികളെ ഇത് വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ വീഡിയോ കോളിൽ കാണിച്ചാൽ അത് എത്രത്തോളം അവർക്ക് മനസ്സിലാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ വീഡിയോസായിട്ട് പലതും എടുത്തത്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി കൊതി വരുന്നുണ്ടായിരിക്കും അല്ലേ. പലരും വീഡിയോയിലൊക്കെ കഴിച്ച് കാണുന്ന ഒരു സാധനമാണ് ഇങ്ങനെ സ്പ്രിങ് പോലെ കറങ്ങി ഇരിക്കുന്ന പൊട്ടറ്റോ ഫ്രൈ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ലൈവായിട്ട് അവിടെ വറുത്ത് തരാനൊക്കെ ആളുണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു കണ്ടു കിട്ടും ഇതെങ്ങനെയാണ് സംഭവം. ഇതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു കോലയിലൊക്കെ കുത്തി. അപ്പോൾ അത് നേരെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ നമ്മൾ പറയുന്നതനുസരിച്ച് അവർ സ്പൈസി ആക്കണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മസാലയുടെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എല്ലാം അവർ അപ്പം തന്നെ ലൈവായിട്ട് വേണേൽ സോസും കൂടെ ഒഴിച്ച് തരും കേട്ടോ. പക്ഷേ ആക്ച്വലി ഈ സോസ് ഇല്ലാതെ എല്ലാം ആ പൗഡർ തന്നെ ഇട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ലൈവായിട്ട് അന്നേരം നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല. അത് പ്രത്യേകിച്ച് അതിന് വലിയ ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ.
പലയിടത്തും ഇതുപോലുള്ള ക്യാമൽസിൻ്റെ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പലതും ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷനാവും. അത്രയും നല്ല ക്വാളിറ്റിയിലും നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് ക്യൂട്ട് ക്യാമൽസ് ഉണ്ട് കേട്ടോ. വൈറ്റ് കളറാണ് എൻ്റെ ഫേവറേറ്റ് കളർ. അപ്പോൾ വൈറ്റ് കളറിലുള്ള ക്യാമൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് ഇങ്ങ് എടുത്തു. അയ്യോ എവിടെയാണോ ജീവിക്കുന്നത്? ഈ യാത്രയിലുടനീളം ഞാൻ വെജിറ്റേറിയൻ ഫുഡായിരുന്നു കേട്ടോ കഴിച്ചത്. നിങ്ങളെല്ലാം കാണുന്ന ഒരുപാട് സന്തോഷം നിറഞ്ഞ ഈ നിമിഷങ്ങൾക്കപ്പുറം ഒരുപാട് ദുഃഖിച്ച ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ ഈ ദുബായ് യാത്ര. എനിക്ക് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മച്ചി ഞങ്ങളെ വേർപിരിഞ്ഞു പോയത് ഞങ്ങൾ ദുബായിക്ക് ചെന്ന് ഇറങ്ങിയ അതേ ദിവസം തന്നെയായിരുന്നു. ദൈവം അങ്ങോട്ട് വിളിച്ചതും ഞങ്ങൾ ദുബായിക്ക് യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത ദിവസം ഒന്നായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ മുതലേ എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നെ ഒറ്റയ്ക്കിരുത്തി കഴിഞ്ഞാൽ ഞാൻ കരച്ചിൽ തുടങ്ങും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഒരുപാട് രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റാതെ വിഷമിച്ച് അങ്ങനത്തെ ഒരു നിമിഷങ്ങൾക്കുള്ളിലാണ് ഇതുപോലെ ഞാൻ നടന്നത്. എന്നെ ഒരു നിമിഷം പോലും ഒറ്റയ്ക്ക് വിടാതെ എൻ്റെ മെൻ്റൽ ട്രോമയിൽ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കഥകളെല്ലാം കേട്ട്
ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. ഒരു നിമിഷം പോലും വിഷമിച്ചിരിക്കാതെ എന്നെ എപ്പോഴും എൻഗേജ്ഡ് ആക്കി വർത്തമാനം പറയിപ്പിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കഥകളെല്ലാം കേട്ട് ക്ഷമയോടെ രാത്രി ഉറക്കളപ്പിച്ച് ഞാൻ അവരെയും കൂടി ഇരുത്തി കേട്ടോ. പലപ്പോഴും നമുക്ക് ആലോചിച്ച് പ്രവർത്തിക്കാൻ പോലും പറ്റാതെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിവില്ലാതിരുന്ന സിറ്റുവേഷനുണ്ട്. ആ സിറ്റുവേഷനിൽ തന്നെ ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന്. അത്രയും അവരെന്നെ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ഞങ്ങൾ അവിടെ താമസിച്ച വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് ശ്യാമും പാറും ഒക്കെ ആയിരുന്നു. അവർക്കോടും ഞങ്ങൾ ഇതുപോലെ തിരിച്ച് ഒന്ന് ചെയ്യാൻ നോക്കുക, ഞങ്ങൾക്ക് ഇതിൻ്റെ 4-1 പോലും ചെയ്യാൻ പറ്റില്ല. വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ തീരുമാനിച്ചെങ്കിലും ഞങ്ങൾക്ക് തിരിച്ച് ഫ്ലൈറ്റിൽ നാട്ടിലെത്തുമ്പോഴത്തേക്കും അടക്കുന്ന തീരുമാനിച്ചിരുന്ന സമയം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. എങ്കിലും ചില സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റാതെ വട്ട് പിടിച്ച സമയങ്ങളിൽ തിരിച്ച് നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും അത് ക്യാൻസൽ ചെയ്ത് അങ്ങനെ എല്ലാ സമയങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു.